നമസ്കാരം. സത്യം പറഞ്ഞാൽ നമസ്കാരം ഒന്നും പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നുമല്ല. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് നടന്ന സംഭവം അത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെയൊക്കെ മനസ്സിൽ ആ ഒരു മുറിവുണ്ടാക്കിയ വേദന എത്രത്തോളം ആണെന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇച്ചിരി ചോറ് കഴിക്കാനിരുന്നാൽ പിഞ്ചു കുഞ്ഞെ നിന്നെപ്പറ്റി ഓർക്കാത്ത സമയമില്ല. മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് എപ്പോഴും നീ അനുഭവിച്ച വേദനകളും, നീ എന്നാലും ആ അമ്മയുടെ ചാരെ തോളത്ത് കൈ ഒടിഞ്ഞ് കിടന്നപ്പോൾ നിൻ്റെ മുഖത്തെ ആ ദയനീയ ഭാവമൊക്കെ സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും മനസ്സിൽ കൂടെ മാഞ്ഞു പോവാണ്. ഇതിനൊക്കെ ഒരു അറുതി വേണ്ടായോ? ഓരോ ദിവസം കഴിയും തോറും കൊടും ക്രിമിനലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ സൈക്കോയാണെന്നും പറഞ്ഞ് മനോരോഗമാണെന്നും പറഞ്ഞ് എഴുതിത്തള്ളും. ഇതൊരിക്കലും ഒരു മനോരോഗമൊന്നുമല്ല. ഇവർക്കറിയാമായിരുന്നല്ലോ സ്വന്തമായിട്ടൊരു കുഞ്ഞുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിക്കുന്നതെന്ന്. ഇതൊക്കെ ഇയാൾ നേരത്തെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഈ കുഞ്ഞു ഭാവിയിൽ പ്രശ്നമുണ്ടാകുമോ, ബാധ്യതയാകുമോ എന്ന് ഇയാൾ നേരത്തെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അയാളുടെ ആദ്യ ഭാര്യ അയാൾ ഉപദ്രവിച്ചതെന്ന് പറയുന്നു. മാത്രമല്ല കുഞ്ഞിൻ്റെ അമ്മ, അവരെ അമ്മ എന്ന് പറയാൻ പറ്റത്തില്ല, ആ നീചയായ സ്ത്രീയെ അവരുടെ കൺമുമ്പിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചപ്പോൾ അവരൊന്ന് തടസ്സം പിടിക്കാൻ നിന്നില്ല. അവരൊന്നുകിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി അതിൻ്റെ മാതാപിതാക്കൾ, അതായത് അതിൻ്റെ പേര് മുത്തച്ഛനെയും മുത്തച്ഛിയെയും കൊണ്ട് ഏൽപ്പിച്ചിരുന്നെങ്കിൽ, കേസാക്കിയിരുന്നെങ്കിൽ ഇന്നും ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇത് നമ്മുടെ ശിക്ഷാരീതികളും നിയമങ്ങളും എല്ലാം എപ്പോഴും കുറ്റവാളികൾക്ക് അനുകൂലമായേ നിൽക്കത്തുള്ളൂ. ഒരിക്കലും അവർക്ക് ഒരു ദോഷമായിട്ട് നിൽക്കത്തില്ല. ദോഷം സംഭവിക്കുന്നത് ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊക്കെയാണ്. അവരുടെ ജീവൻ ഇങ്ങനെ ബലിയാടാകപ്പെടും, അതുങ്ങൾ മൺമറഞ്ഞു പോകും. കുറച്ചുനാൾ ഇതിനെപ്പറ്റി എല്ലാവരും സംസാരിക്കും. പിന്നെയും വേറെ എവിടെയോ ഏതോ നാടുകളിലൊക്കെ ഇതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ നമുക്ക് കേൾക്കേണ്ടി വരും. പക്ഷേ ഇതിനൊക്കെ ഒരു അറുതി വേണ്ടായോ? ഈ കോടതിയും നിയമങ്ങളും ഒക്കെ ശിക്ഷാരീതികളൊക്കെ മാറ്റി എഴുതപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ഒരമ്മയാണെന്നുള്ള പദത്തിന് അർത്ഥമില്ല. ഒരമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വന്തം കുഞ്ഞുങ്ങളോട് മാത്രമല്ല, മറ്റുള്ള കുഞ്ഞുങ്ങളോട് വരെ അവരുടെ മനസ്സിൽ കരുണ തോന്നും. ഒരാൾക്കൂട്ടത്തിൽ ചെന്ന് നിന്നാൽ ഒരു പിഞ്ചു പൈതൽ കരയുന്ന കണ്ടാൽ ഏത് സ്ത്രീ അല്ലെ ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കും. എന്തുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്, എന്തിനാണ് കരയുന്നതെന്ന്. അതാണ് ഒരു സ്ത്രീ എന്ന് പറയുന്ന, ഒരു അമ്മ എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല, പക്ഷേ രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ, ആ കുഞ്ഞിന് വേണ്ടി രണ്ട് വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാനൊരു അമ്മയല്ല. ദയവ് ചെയ്ത് നീതിപീഠമേ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. നല്ല കടുത്ത ശിക്ഷാരീതികൾ തന്നെ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കണം. അവരെ ജയിലിൽ കൊണ്ടുപോയി സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റി അവർക്ക് കൂലിയും കൊടുത്ത് അവരെ കൊടും ക്രിമിനലാക്കി ഇറക്കി വിടുകയല്ല വേണ്ടത്. അവർക്ക് നല്ല കടുത്ത ശിക്ഷ, അവർക്ക് തൂക്ക് കയറ് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ കേരളത്തിൽ നല്ലൊരു നിയമമാണെന്നും നല്ല നിയമവ്യവസ്ഥയാണെന്നും പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു നീതിപീഠമാണെങ്കിൽ അതിനെ മാനിക്കണമെങ്കിൽ ഈ കൊച്ചു കുഞ്ഞിൻ്റെ ആ ശരീരത്തുണ്ടായ ഓരോ മുറിവിനും നീതിപീഠം കൂടെയാണ് തല കുനിച്ച് നിൽക്കേണ്ടത്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ ശിക്ഷാരീതിയൊക്കെ ഒന്ന് മാറ്റി എഴുതപ്പെടണം. ഇനിയെങ്കിലും അനീതിയും അക്രമവും കൊടും കുറ്റവാളികളെയൊക്കെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടണം.